നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമ്മൾ കാത്തിരുന്ന ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷനായി 2000 രൂപ ഇപ്പോൾ അക്കൗണ്ടിലെത്തിയിട്ടുണ്ട്. കുറച്ചു മുമ്പാണ് ഇപ്പോൾ അക്കൗണ്ടിലെത്തിയെന്ന് പറഞ്ഞ് പല ആളുകൾക്കും ഇപ്പോൾ മെസ്സേജുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ മെസ്സേജ് വന്നോ? അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അടുത്ത മാസം മുതൽ പെൻഷൻ വിതരണം ചിലപ്പോൾ 2500 മുതൽ 3000 രൂപ വരെ ആകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആർക്കെല്ലാമാണ് ഈ ഒരു വർധന ഉണ്ടായിരിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. തുടർന്ന് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ പെട്ടെന്നുള്ള അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു ഇന്ന് പെൻഷൻ വരുമെന്നുള്ള കാര്യം. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ പണം എത്തിയിട്ടുണ്ട്. നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി ബാങ്ക് അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വരുമ്പോൾ നമുക്ക് സംശയം പറഞ്ഞിരുന്നു ആദ്യ വീഡിയോസിൽ. പക്ഷേ ഇപ്പോൾ തന്നെ എല്ലാ ആളുകൾക്കും പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടാണ് സർക്കാർ 1600 രൂപയ്ക്ക് പകരം 2000 രൂപ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നത്. ഡിസംബർ മാസം ലഭിച്ച എല്ലാ ആളുകൾക്കും ഇപ്പോൾ ജനുവരി മാസത്തിലും പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാസം 29-ാം തീയതിയാണ് ബജറ്റ് അവതരണം ഉണ്ടായിരിക്കുക. ഈ ഒരു ബജറ്റിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പെൻഷൻ വർധനം അടക്കമുള്ള കാര്യങ്ങൾ കൂടി വരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. 2000 രൂപയ്ക്ക് പകരം 2500 മുതൽ 3000 രൂപ വരെ വരുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഓരോ വർഷവും നിശ്ചയ ശതമാനം കൂടുന്ന രൂപത്തിലായിരിക്കും ഇനി പെൻഷൻ വർധനം ഉണ്ടായിരിക്കുക. അത് ഓരോ വർഷവും നിശ്ചയ രൂപത്തിൽ പെൻഷൻ വർധന ഉണ്ടായിരിക്കും. ഇന്ന് പെൻഷൻ ലഭിക്കാത്ത ആളുകൾ എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് മനസ്സിലാക്കുക. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, പെൻഷൻ പോർട്ടൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത്. പെൻഷൻ പോർട്ടൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാൻ സാധിക്കും. പെൻഷൻ മസ്റ്ററിംഗ് മൂലം പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ടാകാം. അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ സത്യവാങ്മൂലം നൽകാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ടാകാം. അതല്ലെങ്കിൽ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ടാകാം. എന്തെല്ലാം കാരണം കൊണ്ടാണോ പെൻഷൻ മുടങ്ങുന്നത് കറക്റ്റായി മനസ്സിലാക്കി അതനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കും. അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുക ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ വർധന വരുന്ന സമയത്ത് നിങ്ങൾക്കും പെൻഷൻ വർധന അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപേക്ഷകളും എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ, മറ്റ് ജനസേവന ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ പോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇതെല്ലാം സർക്കാർ നിശ്ചയിച്ച സർവീസ് ചാർജ് കൂടി നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നൽകേണ്ടി വരും. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കും. ഇങ്ങനെ പെൻഷൻ അപേക്ഷിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നിങ്ങളുമായി വാട്സപ്പിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ലഭിക്കുന്നതാണ്. മാസം 29 രൂപ നമ്മൾ ഇതിന് ചാർജും ഈടാക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം.